എൻ്റെ പേര് ജിൻസി ജിജോ. ഞാൻ വയനാട് പുൽപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു യാക്കോബിറ്റ് സഭാംഗമാണ്. ഞാനൊരു കസിൻ സിസ്റ്റർ വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ ഞാൻ 2022 മാർച്ച് 27-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ നിയോഗമായി ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി ലഭിക്കുക എന്നതായിരുന്നു. ഹസ്ബൻഡ് ജ്വല്ലറി ഫീൽഡിൽ അത്യാവശ്യം സാലറിയോടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഒരു 10-12 വർഷം ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് ആൾക്ക് മടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളോട് ആരോടും പറയാതെ റിസൈൻ വെച്ച് വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. അങ്ങനെ 2 വർഷത്തോളം ജോലി അന്വേഷിച്ചിട്ട് എവിടെയും റെഡിയായില്ല. എവിടെയും ജോലി റെഡിയായില്ല. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഏപ്രിൽ 13-ാം തീയതി ഹസ്ബൻഡിന് വയനാട്ടിൽ തന്നെ ഒരു കമ്പനിയിൽ അത്യാവശ്യം നല്ല സാലറിയോട് കൂടി ഒരു മാനേജർ പോസ്റ്റിൽ അമ്മ മാതാവ് ജോലി തന്നു. 2 വർഷം ഞങ്ങൾ അന്വേഷിച്ചിട്ടും കിട്ടാതെ ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം വെറും 17 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ജോലി കിട്ടി. ഈ ഒരു അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എക്സാമൊക്കെ ഡേറ്റ് എടുത്ത് ഹൈദരാബാദ് ഞാനൊരു 3 മൊഡ്യൂളിന് ഡേറ്റ് എടുത്തു. അവിടെ ചെന്ന് ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അതിനു മുമ്പ് ഒത്തിരി കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കാശ് രൂപം പിടിച്ചു പോയി എക്സാം എഴുതിയ പാസ്സായതൊക്കെ. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കസിൻ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു കസിൻ കൊടുത്ത ഇവിടുന്ന് കിട്ടിയ ഒരു ലോക്കറ്റ് കിട്ടി. അത് ഞാൻ മാലയിൽ കോർത്തിട്ട് എക്സാമിന് പോയി. അവിടെ ചെന്ന് ആദ്യത്തെ എക്സാം എനിക്ക് നല്ല റീഡിംഗ് ആയിരുന്നു. അതെനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെയോ ടിക്കറ്റ് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ മൊഡ്യൂൾ ഞാൻ റൈറ്റിങ്ങിന് കയറി. അതും എന്തൊക്കെയോ എഴുതി, പക്ഷേ ഗ്രാമറൊക്കെ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ തിരിച്ചു വന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും സ്പീക്കിംഗ് ആയി. എനിക്ക് സ്പീക്കിങ്ങിന് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. ക്ലാസ്സിലാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര വിറച്ചിട്ടൊക്കെയാണ് പറയാതെ. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ടോപ്പിക്ക് കിട്ടിയപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ടോപ്പിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി നന്നായി പ്രാർത്ഥിച്ച് ആ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തു. അവിടെ ചെന്ന് 2ാമത്തെ ഒരു കോൺവെർസേഷനാണ്. അതിലെനിക്ക് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ടോപ്പിക്ക് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. എക്സാമിനർ ചോദിച്ചു ആരാ ആദ്യം പറയണേന്ന്. അപ്പോൾ എനിക്ക് എവിടുന്ന ഒരു ധൈര്യം കിട്ടിയെന്നറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങി. ആദ്യത്തതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി പറഞ്ഞു. 2ാമത് പറയാനായപ്പോൾ കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുന്നത് എനിക്കും അറിയില്ല, കൂടെ ഇരിക്കുന്ന ആൾ എന്താ പറയുന്നത് അവനും അറിയില്ല. ഞങ്ങൾ 2 പേരും പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എക്സാമിന് ഒരു 2-3 പോയിൻ്റ് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി മെറിറ്റെല്ലാം പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതെന്തായാലും കിട്ടത്തില്ല, കാരണം എനിക്ക് അത്രയും ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട, ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തോളം എടുക്കും ആ റിസൾട്ട് വരാൻ. ഒരു മൊഡ്യൂൾ ഞാൻ ഡൽഹിയിലാണ് എഴുതിയ ഹിയറിങ്. അതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് പോന്നു. അങ്ങനെ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡൽഹിയിലെ റിസൾട്ട് വന്നു. അത് ഞാൻ പ്രാർത്ഥിച്ച് റിസൾട്ടെല്ലാം നോക്കിയപ്പോൾ ഞാൻ ഹിയറിങ്ങിന് പാസ്സായി. അങ്ങനെ ഞാൻ പിന്നെയും ടെൻഷൻ അടിച്ചു, ഇനി ഹൈദരാബാദിലെ റിസൾട്ട് വരാനുണ്ടല്ലോ 3 മൊഡ്യൂൾ, അത് ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്താലാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈദരാബാദ് റിസൾട്ടും എനിക്ക് വന്നു. അപ്പോൾ വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലി ഞാൻ നോക്കുമ്പോൾ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഞാൻ പാസ്സായി. റീഡിങ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല, കാരണം അത്രയും ടഫായ എക്സാമായിരുന്നു. 3 മൊഡ്യൂൾ കിട്ടിയാൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതിന് ജർമ്മനൊരു ഇതുണ്ട്, ഒരേ മൊഡ്യൂൾ വൈസ് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ 2ാമത് ഞാൻ റീഡിങ്ങിന് ഡേറ്റ് എടുത്തു. കുറേ വട്ടം ഡേറ്റിന് നോക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ആ ഡേറ്റിന് തന്നെ എനിക്ക് സ്ലോട്ട് കിട്ടി.
അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി പറഞ്ഞു, അമ്മ മാതാവ് ഇനി എന്നെ ഒരു B2 എക്സാം എഴുതാൻ ഇടവരത്തില്ല, ഇതിലെനിക്ക് B2 ക്ലിയറായി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ട് കയറി. ഞാൻ പോകുന്നതിന് ഒരു സ്റ്റെപ്പ് മുമ്പേ അമ്മ മാതാവ് പോയി എൻ്റെ സീറ്റിൽ പോയിരുന്നു. എനിക്ക് വേണ്ടത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എക്സാം എഴുതി. കഴുത്തിൽ കിടന്ന ലോക്കറ്റ് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് എക്സാം എഴുതി. അത്യാവശ്യം അറിയുന്ന രീതിയിൽ എക്സാം എഴുതി ഞാൻ അവിടെ മാതാവിനെ ഏൽപ്പിച്ച് ഞാൻ പോന്നു. സാധാരണ 3 ദിവസമാകുമ്പോൾ റിസൾട്ട് വരും. ഇത് 2 ദിവസമായപ്പോഴത്തേ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ആ റിസൾട്ടും ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ വെറും 2 അറ്റംപ്റ്റിൽ ഞാൻ B2 ക്ലിയർ ചെയ്തു. എന്നേക്കാൾ മുമ്പ് എക്സാം എഴുതാൻ തുടങ്ങിയ കുട്ടികൾ ഇപ്പോഴും ഓരോ മൊഡ്യൂളായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഞാൻ B2 പഠിച്ചത് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളായിരുന്നു ആദ്യത്തെ ബാച്ച്. അതിലൊരു 10 പേര് ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട്. അതിൽ എന്നേക്കാൾ പഠിക്കുന്ന ഒത്തിരി 5-6 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോഴും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണോ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനാണ് ആദ്യം പാസ്സായത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മൂന്നാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജർമ്മനി പോകുമ്പോൾ എനിക്കൊരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് പോവുക എന്നതായിരുന്നു. ഞാൻ ഓഗസ്റ്റ് 7-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ഞാനൊരു നിയോഗമായി വെച്ചതായിരുന്നു രജിസ്ട്രേഡ് നേഴ്സായി പോവുക എന്നത്. അവിടെ ചെന്ന് അത് കഴിഞ്ഞ് ഞാൻ കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്തു പോന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഫുഡ് വാങ്ങിക്കൊടുക്കുക, രോഗികളെ കാണുക, പത്രം വിതരണം ചെയ്യുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം സെപ്റ്റംബർ 20-ാം തീയതി ആയപ്പോൾ ഞങ്ങൾ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിരുന്ന് ഞാനിങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ രജിസ്ട്രേഷൻ എനിക്ക് ഫുള്ള് കിട്ടിയേ പറ്റത്തുള്ളൂ. രജിസ്ട്രേഷൻ ഫുള്ള് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫാമിലിയൊക്കെ 6 മന്ത് കഴിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ചെന്ന് എക്സാം ഒന്നും എഴുതണ്ട, നമുക്ക് നേരെ ഡ്യൂട്ടിക്ക് കയറാം. ഹാഫാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് എക്സാം എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ പാസ്സായാൽ മാത്രമേ അവിടെ രജിസ്ട്രേഡ് നേഴ്സ് ആവത്തുള്ളൂ. പിന്നെ ജോലീൻ്റെ സമയത്ത് നമ്മൾ എക്സ്ട്രാ പഠിക്കുകയും വേണം. അപ്പോൾ രജിസ്ട്രേഡ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് 6 മാസത്തിൽ കൂടുതലൊന്നും എനിക്ക് എൻ്റെ പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഏജൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്, ജിൻസിക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടാനൊരു വഴിയുമില്ല, ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു 6 മാസം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ്. പക്ഷേ എനിക്ക് വെറും 4 മാസം കൊണ്ട് അത് കിട്ടി. എന്നെക്കാൾ 2 മാസം മുമ്പ് കൊടുത്ത കുട്ടികൾക്കും ഒരു റിസൾട്ടും അതിൽ നിന്ന് വന്നിട്ടില്ല. അപ്പം ഞാൻ ഏജൻറ്റിനെ കുറേ വട്ടം വിളിച്ചു നോക്കി. അങ്ങനെ ഏജൻറ്റ് ഫോൺ എടുത്തിട്ട് ഞാൻ തന്നെയാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതാണെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രജിസ്ട്രേഡ് നേഴ്സായിട്ട് കിട്ടി. അങ്ങനെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ഫാസ്റ്റായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇനി വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പെർമനൻറ്റ് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെയാണ് എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടിയിരിക്കുന്നത് പെർമനൻ്റായിട്ട്. എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരനും വഴി കിട്ടിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.